ഇന്ന് നമ്മൾ ഒരു വീടിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാനാണ് പോകുന്നത്. നമ്മൾ കംപ്ലീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് നമുക്കിന്ന് കളക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ഈ ഒരു കട്ട് റോഡ് കയറിക്കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ആ വീട്ടിലേക്കാണ്. പണ്ട് മുതലേ ഡിസൈനിങ് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ജോലി നേടണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതും. പിന്നെ പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ സെയിം പ്രൊഫഷനുള്ള ഒരാളെ തന്നെ എനിക്ക് മാരേജ് ചെയ്യാൻ സാധിക്കണേ എന്നുള്ളത്. അതാകുമ്പം ഇതുപോലെ ഒന്നിച്ചു പോയി മെഷർമെൻറ്റ്സ് എടുക്കാനും പ്രൊജക്റ്റുകളൊക്കെ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യാനും നമ്മുടെ സ്വന്തം പാർട്ട്ണറും സെയിം പ്രൊഫഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്നുള്ള ഒരു പാർട്ട്ണറുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു വർക്ക് താൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരിതും കൂടി ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ നമ്മളിതാ പോകുന്ന വഴിയിൽ നമ്മുടെ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവരൊക്കെ ഈ സ്കൂൾ വെക്കേഷൻ ടൈമിൽ അവരുടേതായ ഏണിങ്സ് അവരുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഈ പൊരി വെയിലെത്തി ഈ ചൂട്ടിൽ ആ ജോലി ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും അവർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് മോരും വെള്ളമാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള മോരും വെള്ളമായിരുന്നു. ഒരു ഗ്ലാസ്സിന് 15 രൂപയാണ്, നമ്മൾ 20 രൂപയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായത്. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ അളവെടുക്കാനാണ് നമ്മളിന്ന് പോയേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു വീട്ടിലേക്ക് കയറുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേയധികം പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന പോലെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. അത്തരത്തിലാണ് ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും. കാരണം പഴയ ഒരു പ്ലാനിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത്. പഴയ വീടുകളൊക്കെ നമ്മൾ കാണത്തില്ലേ, അതേപോലത്തെ ഒരു വീടാണ് കേട്ടോ. നമ്മളടുത്ത് വരുന്ന അധിക ക്ലയൻസും ട്രഡീഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വേണ്ടത്. വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കണം എല്ലായിടത്തും, അങ്ങനത്തെ ഡിമാൻഡൊക്കെ പറഞ്ഞിട്ടാണ് അധികം പേരും പ്ലാൻ വരയ്ക്കാൻ വേണ്ടി വരുന്നത്. ഈ ഒരു വീട്ടിൻ്റെ നമ്മൾ ഈ കൊടും ചൂടത്താണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മുറ്റത്ത് ഈ ഒരു സൺഷെയ്ഡിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് കൂളിംഗ് ആണ് കേട്ടോ. കാരണം ഓടാണ് ഫുള്ളായിട്ട് ഇതിൻ്റെ റൂഫ് ചെയ്തേക്കുന്നത്. ഈ ഒരു പ്ലോട്ടിന് ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു മരം പോലും അത്ര അധികം അടുത്തില്ല കേട്ടോ. എങ്കിൽ കൂടി ഇതിൻ്റെ റൂഫ് ഓടായതുകൊണ്ട് തന്നെ വളരെ കൂളിംഗ് ആണ്. ഇവിടെ ഫാനിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഇന്നത്തെ പരിഷ്കാരം പോലെ ടൈലോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇവിടെ ചെയ്തേക്കുന്നത്. പഴയ ഒരു ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്ലോറൊക്കെ നമ്മുടെ സിമൻറ്റ് വെച്ചിട്ട് കാവി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കിച്ചണാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ടോട്ടൽ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഭംഗി കണ്ടില്ലേ. പഴയ വീട്ടിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പൂജാ റൂം അളക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് കേട്ടോ അതിനുള്ളിലേക്ക് കയറിയത്. ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ നീളത്തിലുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ധൻഷു ബേബി നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ഓരോരോ അളവ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ധൻഷു ബേബീൻ്റെ അടുത്ത് നമ്മളെ കണ്ടു പോകുന്നുണ്ട്, കാരണം പുള്ളി ഇങ്ങനെ ഓടിക്കളിക്കാം കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ നില എത്തിയപ്പം ചെറുതായിട്ടൊരു മാറ്റം കണ്ടു. അവിടെ ഒരു ബെഡ്റൂമിൽ നീല കളറിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പഴയ വീടുകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ 2 നിലയിലേ കാണാറുള്ളൂ. ഈ ഒരു വീടിന് നമുക്ക് 3 നില കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടെ ചെയ്തേക്കുന്ന ലൈറ്റും കാര്യങ്ങളും ഒക്കെ പഴയ രീതിക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തെ നിലയിലാണ് എത്തുന്നത്. അപ്പോൾ നല്ല രീതിക്ക് എന്താ പറയുക, സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ ധൻഷു ബേബീനെ നമ്മൾ അവിടെ ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അവൻ കയറുമ്പോൾ വീണ് പോകത്തില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാൻഡിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ 3ാമത്തെ നിലയിലേക്ക് എത്തി. അങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഫുള്ളായിട്ടൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. നമുക്ക് ഇരുന്ന് നല്ല രീതിക്ക് കാറ്റ് ഓപ്പൺ എയർ കൊള്ളാൻ വേണ്ടി പറ്റിയൊരു വിശാലമായുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഈ ഒരു 3rd ഫ്ലോറിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ പഴയ വീടിൻ്റെ ആ ഒരു ടച്ച് കേട്ടോ. എന്നിട്ട് ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ആകാംക്ഷയാണ് കേട്ടോ ഇതിനടുത്തത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ഹോള് കയറി നമ്മൾ പുറകുവശത്ത് വന്നാൽ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. പിന്നെ ഇതിൻ്റെ വിൻഡോസൊക്കെ കണ്ടോ, പഴയ രീതിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടെ ഒട്ടും ചൂടില്ല എന്ന് തന്നെയാണ്. ഞാനത് കൂടെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒട്ടും തന്നെ ഒരു ചൂടിൻ്റെ ആ ഒരു ഇതേ നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല, കാരണം ഓടായതുകൊണ്ട്. അങ്ങനെ നമ്മളെ മേലത്തെ നില അളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞത് തട്ടുമ്പുറത്തുനിന്ന് ഇറങ്ങി താഴെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ കൗണ്ടർ അടിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നുണ്ടായത് ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ അളവുകളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ ഓണർ വരുന്നത്. ഇപ്പോൾ കണ്ടില്ല ഒരു ചേച്ചിയെ. പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ.
ദേ ചേച്ചിയാണേ. അപ്പോൾ ചേച്ചിയായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അളവുകളൊക്കെ എടുത്ത് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന പോക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത് തന്നെയാണ്, അതായത് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ വീടെടുക്കുമ്പം വളരെ കുഞ്ഞായിട്ടുള്ളൊരു വീട്, എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടച്ച് വരണം, ആ രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും എടുക്കും എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്തെത്തി, തളിപ്പറമ്പ് അമ്പലത്തിൻ്റെ അടുത്തെത്തി. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ ഉള്ളത്. പാർസൽ വാങ്ങിക്കാമെന്ന് കരുതി. കൊടും ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഓഫീസിലിരുന്ന് കഴിക്കാമെന്ന്. ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോകുന്നത് ഓഫീസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡ് വാങ്ങിക്കുന്ന സമയം കൊണ്ട് ധൻഷു ബേബി അവിടുത്തെ മുതലാളിയാവാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അവിടുത്തെ ചേട്ടനോട് ഞാൻ ഇവനോട് എണീക്കിയെന്ന് പറഞ്ഞപ്പം അവിടുത്തെ ചേട്ടൻ വേണ്ട അവിടെ ഇരുന്നോട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവിടെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ വാങ്ങിച്ച് ധൻഷുവിന് എന്തോ ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് അവൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓഫീസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് ഫുഡും അങ്ങനെ ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനാണ് തുറക്കുന്നത് കേട്ടോ. എനിക്ക് ഷട്ടർ പൊക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്, എങ്കിലും കുഴപ്പമില്ല, ഞാൻ പൊക്കി. അങ്ങനെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഇതാണ് നമ്മുടെ ഓഫീസ്. തളിപ്പറമ്പ് അൻസാർ കോംപ്ലക്സിലാണ് ഈ ഒരു ഓഫീസ് വരുന്നത്. BR അസോസിയേറ്റ്സ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ നമ്മളിതാ അവിടെ ഇരുന്നുകൊണ്ടു തന്നെ ഫാൻ ഇട്ടു, കാരണം സഹിക്കാൻ പറ്റാത്ത ചൂട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോസ് രാജേഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജേഷേട്ടൻ ദേവസ്വം ബോർഡ് എഞ്ചിനീയറാണ് കേട്ടോ. അത് ധൻഷു ബേബിക്ക് ഞാനിതാ ഫുഡ് കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകണം, അതായത് നമ്മുടെ നാട്ടിലൊരു കുട്ടി ഹെന്ന വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കത് വാങ്ങിച്ചു കൊടുക്കാൻ വരുതി പോവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓഫീസിലെത്തി, തിരിച്ചിതാ വീട്ടിലേക്ക് പോവുകയാണേ.